നമുക്കൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നല്ലൊരു ജോലി കിട്ടിയേക്കുന്നത്? നമ്മൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ തന്നെ ജോലിയാണോ പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഈ ജോലി കിട്ടിയില്ലെങ്കിലും സാരമില്ല, നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതിന് റിയൽ ലൈഫിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട്? ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു പുതിയൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ രംഗത്തേക്ക് വരുന്നത്. ഒരുപാട് പ്രത്യേകതകളോടെ, ഒരുപാട് സവിശേഷതകളോടെ. എന്തൊക്കെയാണ് അവരുടെ മാത്രം പ്രത്യേകതകൾ, എന്തൊക്കെയാണ് സവിശേഷതകൾ, നമുക്ക് ചോദിക്കാം. ഫൗണ്ടർ ഓഫ് ആലം സ്കൂൾ ഓഫ് ബിസിനസ് വഹീദ് അലി, നമസ്കാരം. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ പഠിച്ച ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. ആക്ച്വലി വഹീദ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഡിഗ്രി കോഴ്സുകൾക്ക് എന്തൊക്കെയായിരുന്നു പോരായ്മകൾ? സ്റ്റാർട്ടിങ് ഫ്രം നോ അപ്ഡേഷൻ. അതായത് നമ്മൾ കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും. ബിസിനസ്സിൻ്റെ, നമ്മൾ വിചാരിക്കുന്ന ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് പോലും ഇപ്പോൾ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇപ്പോൾ നമ്മളുടെ ഒരു 10 വർഷം മുമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ബിസിനസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ ഓറിയൻറ്റഡ് കൂടിയല്ല, നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട് എങ്കിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട് അല്ലേ. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറി അല്ലേ. പണ്ട് ബിൽ ബോർഡുകളിൽ മാത്രമായിരുന്നു കൂടുതൽ പരസ്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പത്രത്തിൽ അങ്ങനെ മാറി. അതായത് ബിസിനസ്സിൻ്റെ 360 ആസ്പെക്റ്റിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്. ഡെയിലി ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സിലബസ് മാറിയിട്ട് എത്ര കാലമായി? അതെ, ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും ഓൾമോസ്റ്റ് ഒരു 8 വർഷം അല്ലെങ്കിൽ കൂടുമ്പോഴാണ് ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ സിലബസിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, അതും തന്നെ കംപ്ലീറ്റഡ് അല്ല. ഇനി ഈ സിലബസ് ചേഞ്ച് വരുത്തുന്ന ആളുകളും അവരും ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ളത് വേറെ പ്രശ്നം. അതെ, അതായത് ഇപ്പോൾ ഇതിൽ ചേഞ്ച് വരുത്തുക ഇതിലുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷെ മാർക്കറ്റിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഈ സിലബസിൽ ചേഞ്ച് വരുന്നത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കേണ്ടത് നിങ്ങൾ ഏതാ ഡിഗ്രി എടുത്തത് എന്നുള്ളത്, എക്കണോമിക്സ്. അതെ. സോ എക്കണോമിക്സിൻ്റെ ഏതൊക്കെ ആസ്പെക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ ഉപകാരപ്പെട്ടിട്ട്? ഒന്നുമില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അതെ. അപ്പോൾ അത് എല്ലാ ഫീൽഡിലും ഇത് റിഫ്ലക്റ്റീവാണ്. അതായത് ഏത് കോഴ്സാണ്, ഇപ്പോൾ BSc ആവട്ടെ, BA ആവട്ടെ, BCom ആവട്ടെ, എല്ലാ കോഴ്സുകളും അപ്ഡേറ്റഡ് അല്ല. രണ്ടാമത്തെ വിഷയം ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടി പഠിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്കൊരു നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടല്ല, ആ നോളജ് അക്വയർ ചെയ്യാന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10 വർഷം ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈബ്രറി പോകണം, റിസർച്ച് നടത്തണം, ഇങ്ങനെ, അല്ലെങ്കിൽ അതറിയുന്ന ആളുകളോട് പോയി സംസാരിക്കണം, ഇങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ChatGPT അതല്ല എങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇൻഫർമേഷൻസിൻ്റെ അപ്പുറത്തേക്ക് സ്കിൽ ഓറിയൻറ്റഡ് അല്ല. ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം BCom കഴിഞ്ഞൊരു കുട്ടിക്ക് അല്ലെങ്കിൽ MCom കഴിഞ്ഞൊരു കുട്ടി, അയാൾ അക്കൗണ്ട് ഫീൽഡിൽ മാത്രം 5 വർഷം പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ 36 പ്ലസ് 24 48ഓളം പേപ്പർ അയാൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും അയാളോട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് അനാലിസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം ഇതൊക്കെയാണ് കറൻ്റ്ലി നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. പിന്നെ മൈനറായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ അപ്ഡേഷൻസ് അധ്യാപകർ നടത്തുന്നില്ല. ഇപ്പം വൺസ് ഒരു അധ്യാപകനായി കഴിഞ്ഞാൽ പിന്നീട് അയാൾ പഠിക്കുന്നുണ്ടോ? ഇപ്പം IIMകളാണല്ലോ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ എല്ലാ മാസത്തിലും എന്ത് ചെയ്യണം, അധ്യാപകന് പേപ്പർ പ്രസൻറ്റ് ചെയ്യണം. അതായത് അധ്യാപകരും പേപ്പർ പ്രസൻറ്റ് ചെയ്യണം. നമ്മളെ നാട്ടിലുള്ള കോളേജിലുള്ള അധ്യാപകർ വൺസ് ആയി കഴിഞ്ഞാൽ അവരങ്ങനെ കേട്ടിട്ടേ ഉണ്ടാവില്ല അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് എഡ്യൂക്കേഷനിൽ നമ്മൾ അധ്യാപകർ അപ്ഡേറ്റ് ആവണം, സിലബസ് അപ്ഡേറ്റഡ് ആവണം. അതേപോലെ തന്നെ എന്താണ് ഈ മാർക്കറ്റിന് ആവശ്യമുള്ളത് അതിൽ പഠിപ്പിക്കുക, അതിൽ സ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ആ നിങ്ങൾ പിന്നെ ചിലവാക്കുന്ന സമയം നിങ്ങൾക്ക് ഒരു ഉപകാരത്തിൽപ്പെടും. അതല്ലെങ്കിൽ ഈ 3 വർഷം നിങ്ങൾക്ക് കോളേജ് ലൈഫ് കിട്ടും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ദർ ഈസ് നത്തിങ് ഗോയിങ് ടു ഗെറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ MCom കഴിഞ്ഞത് വരെ എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഐ ഡോണ്ട് ഹാവ് എനി ആൻസർ. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം, ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്ത് അപ്ഡേഷൻ്റെ ആവശ്യം തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു സിനാരിയോയിലാണ് നിങ്ങൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് വരുന്നത്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താ, ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കണം എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പറഞ്ഞ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം തന്നെ, അതായത് നമ്മളുടെ സിലബസ് എല്ലാ വർഷവും അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ. ഇനി ഇഫ് നീഡഡ്, ഇപ്പം ഇന്നിപ്പോൾ ഒരു പുതിയ ഒരു ടൂള് നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയി എന്ന് കൂട്ടുക, ആ ടൂള് ഞങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ടേമിൽ എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നോർമൽ കോളേജിന് അത് പോസിബിൾ അല്ല. ഓക്കെ. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരാവട്ടെ, അതല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡാവട്ടെ, ഇവരൊക്കെ ആൾറെഡി ബിസിനസ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യണമാണ്, ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ മാർക്കറ്റിൻ്റെ നീഡ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്നിക്കലി ഒരുപാട് നോളജ്ഫുൾ ആവും. ഇപ്പം നിങ്ങളിപ്പോൾ BA കഴിഞ്ഞു, ഇനി അതേമാതിരി തന്നെ BCom കഴിഞ്ഞ ആളുകൾ, MCom കഴിഞ്ഞ ആളുകൾ, ഇവരൊക്കെ ഒരിക്കൽ പോലും തൊടാത്ത സാധനങ്ങളാണ് ഇപ്പം IT സ്കില്ലുകൾ. കാരണം BComൻ്റെ സിലബസൊക്കെ BCom വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഞാൻ BCom വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ലാബ് കണ്ടിട്ടില്ല. കേരളത്തിലെ ഒരു സിലബസിലും എന്തില്ല, ലാബില്ല. എന്നിട്ട് അതിന് പകരം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പഠിക്കുന്നു. മൈക്ക് ഇൻപുട്ട് ഡിവൈസാണ്, ഹെഡ്സെറ്റ് ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പഠിപ്പിക്കുന്നല്ലാണ്ട് ഒരു BComകാരൻ അതാണ് പറയേണ്ടത്. അല്ല, ഞാനൊരു സ്റ്റോറി എന്ന് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ MCom കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫസ്റ്റത്തെ ജോലി കിട്ടി ആസ് എ അസിസ്റ്റൻറ്റ് പ്രൊഫസർ. കോളേജിൽ പ്രൊഫസറായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ജോലി കയറുന്നത്. 2 വർഷം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ പോകുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലേക്കാണ്. അപ്പം അവിടെ ഇൻ്റർവ്യൂവിൽ അവർ പല കാര്യങ്ങൾ ചോദിച്ചു. അപ്പം എന്നോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യം, ഒരു പ്രൊഫസറായിട്ടുള്ള ആളുകൾ ഇതിനെ കോർപ്പറേറ്റിലേക്ക് വരുന്നുള്ളതാണ്. അന്ന് യഥാർത്ഥത്തിൽ എൻ്റെ പ്രശ്നം സാമ്പത്തികം തന്നെയായിരുന്നു. കാരണം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ വളരെ ലോവർ വേജിലെ എന്ത് ചെയ്യുന്നുള്ളൂ, സാലറി പാക്കേജ് ഉള്ളൂ. പക്ഷേ എന്നെ അവിടെ ജോലിക്ക് എടുക്കാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ, അതിൻ്റെ MCom അല്ല, അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നുമല്ല. അതിനോ എക്സൽ. ഓക്കെ. എക്സൽ അറിയാവുന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ടായിരുന്നു എനിക്കന്ന് ജോലി ഇട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ പോലും സ്വയം ചിന്തിച്ച് തുടങ്ങുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് 5 കൊല്ലം ഞാൻ പഠിച്ച, 5 അല്ല, നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ എലക്റ്റീവ് തുടങ്ങുന്നുണ്ടല്ലോ. കൊമേഴ്സ് തുടങ്ങുന്നു, 2 വർഷം, 3 വർഷം ഡിഗ്രി, 2 വർഷം വീണ്ടും PG, 7 വർഷം ഒരാൾ പഠിച്ചിട്ട് എന്തായാലും നേട്ടണമെന്നുള്ള. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ BCom നമ്മൾ ചേരുന്ന സമയത്ത് എക്സലൊന്നും പഠിപ്പിക്കുന്നില്ലേ? ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. യൂണിവേഴ്സിറ്റികൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല, എക്സലോ. ഇനി അതിലധികം ഒരു തന്നെ ഒരു അക്കൗണ്ടൻറ്റ് ബേസിക്കലി ചെയ്യുന്ന കാര്യമാണ് ടാലി, അല്ലേ? ടാലി പൊതുവേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കുട്ടികൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ എന്ത് ചെയ്യാണ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് കോഴ്സ് ചെയ്യുകയാണ് ചെയ്യണത്, അല്ലേ? പക്ഷേ സെപ്പറേറ്റ് നമ്മൾ സിലബസിൻ്റെ കൂടെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഇനി അതേമാതിരി നിങ്ങൾ Power BI എന്ന ടൂള് കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു എലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പത്രത്തിൽ കണ്ടിട്ടില്ലേ, പിന്നെ പൈ വെച്ചിട്ടോ ബാർ വെച്ചിട്ടൊക്കെ ഉള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടിട്ടില്ലേ? ഇതേപോലെ തന്നെ ഇത് നമ്മൾ ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ സെയിൽസിൻ്റെ ഗ്രോയിങ് സ്റ്റേജ് ഇതൊക്കെ ലൈവായിട്ട് അറിയാൻ പറ്റുന്നതാണ് ഈ Power BI എന്ന് പറഞ്ഞ ടൂള്. ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നില്ല. ഈവൻ ഐ ഡോണ്ട് തിങ്ക് സോ AI മര്യാദക്ക് ഉപയോഗിക്കാൻ അറിയുന്നുള്ള നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. നമ്മൾക്ക് ChatGPT വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നു. 90% ആളുകൾക്കും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല ChatGPT. കാരണം അത് കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രോംപ്റ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, യൂണിവേഴ്സിറ്റി തരുന്നതിനേക്കാൾ ബെസ്റ്റായിട്ടുള്ള സിലബസ് തരാൻ ChatGPT നേർക്ക് കഴിയും. അപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് ഈ വക സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യണില്ല, നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ ആരും പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ AI നമ്മളിപ്പോൾ 2 വർഷമായിട്ട് കാണുന്നുണ്ടല്ലോ. AI നമ്മളെ സിലബസിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഇനി എത്ര വർഷം എടുക്കുമെന്നുള്ളൊരു മറ്റൊരു ചോദ്യമാണ്, അല്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വർഷമൊക്കെ എടുക്കുന്നുണ്ട് ഒരു യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് കയറാനും വേണ്ടിയിട്ട്. എൻ്റെ തന്നെ സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, ടെക് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടെ ഫ്ലട്ടർ, പൈത്തൺ, ജാങ്കോ പോലുള്ള സോഫ്റ്റ്വെയറുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിലെ മെജോറിറ്റി സ്റ്റുഡൻസും എന്താണ്, BTech, BSc, MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ ഒരു കുട്ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാന് വേണ്ടിയിട്ട് BTech കഴിഞ്ഞിട്ട് പിന്നെയും അവന് വന്നിട്ട് എന്ത് ചെയ്യാണ്, 6 മാസം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അഭയം തേടണം. അപ്പോൾ എന്താണ് ഈ 4 വർഷം നമ്മൾ പഠിക്കുന്നത്?
അല്ലേ കുറേ ഹിസ്റ്ററി പഠിക്കും, കുറേ ലാംഗ്വേജ് ഇതിൻ്റെ കൂടെ പഠിക്കും. ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, അതുകൊണ്ട് നമുക്ക് കരിയറിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് അതിനെ കൊണ്ട് ഉപകാരപ്പെടുത്തുന്നുണ്ടോ, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം അലിംസിനെ സംബന്ധിച്ചിടത്തോളം അലിംസ് ഇതേപോലെ അപ്ഡേറ്റഡ് ആണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടൂളുകളും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ 3 വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് ഒരാളുടെ സർട്ടിഫിക്കറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അയാളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്. ഇപ്പോൾ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, വേറെ ആൾക്ക് പിന്നെ 3 വർഷത്തെ ഡിഗ്രി ഉണ്ട്, ഞാൻ നിങ്ങളെ അറിയുള്ളൂ അല്ലേ. അപ്പം നമ്മളെ കോഴ്സിൽ 3 വർഷം പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 വർഷം കിട്ടും, എക്സ്പീരിയൻസും കിട്ടും. അതോടൊപ്പം തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് എന്താണോ അത് മാത്രം പഠിച്ചിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. വെറുതെ നിങ്ങൾ ഒരു കാര്യമില്ലാത്ത കുറേ ടേംസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, കുറേ തിയറീസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ബി.കോമിൽ തന്നെ ഇഷ്ടംപോലെ തിയറീസ് പഠിക്കുന്നുണ്ട്. ആ തിയറീസിൻ്റെ തുടക്കത്തിൽ തന്നെ പറയേണ്ടത് നമ്മൾ മാർക്കറ്റിൽ സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എക്കണോമിക്സിൽ നിങ്ങൾ മറ്റേ ഒളിഗോപോളി ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടോ, ഇതിൽ പലതും ഫിറ്റ് അല്ല എന്ന് ആൾറെഡി അതിൻ്റെ അടിയിൽ തന്നെ എഴുതി കാണിക്കും. എന്നിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. നമുക്ക് എന്തിനാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇപ്പം എന്താണോ ആവശ്യമുള്ളത് അത് പഠിക്കുക. എന്നിട്ട് കാരണം നോളജ് നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി അല്ലേ. പക്ഷെ നിങ്ങൾക്ക് സ്കില്ല് പഠിച്ചെടുക്കാൻ പറ്റില്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാവണം അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണി പോലും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്ന സ്കില്ലാണ് അല്ലേ. പക്ഷെ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ നാളെ മാസ് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് ഒരു ആങ്കർ നിൽക്കുക എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പം പക്ഷെ ആ സ്ഥാനത്ത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. നോളജ് നമുക്ക് എനി ടൈം വിൽക്കാൻ അക്വയർ, അതിന് ടൈമും വേണ്ട, അതിനൊരു സോഴ്സും വേണമെന്നില്ല. ഇന്നത്തെ കാലത്ത് അതിന് സോഴ്സ് വേണമെന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, സ്കില്ല് അങ്ങനെയല്ല, യു ഹാവ് ടു ബി എക്സ്പീരിയൻസ്ഡ്. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, അലിംസ് നിന്ന് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയാണല്ലേ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സിനാണ് ആലിംസ് നമുക്ക് സർവീസ് തരിക, എന്തിനൊക്കെയാണ് നമുക്ക് ഇവിടെ ചേരാൻ പറ്റുക? അലിംസിൽ 2 കോഴ്സേ ഉള്ളൂ, ഒന്ന് UG ഒന്ന് PG. അപ്പം അത് പ്യുവർലി കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള ഏരിയയിലാണ് ഈ കോഴ്സ് വരുന്നത്. അപ്പം UGയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ഇയർ ആണ് ഉണ്ടാവുക. അതിൽ 10 മാസം നിങ്ങൾ ഇൻ ക്ലാസ് പഠിക്കുന്നു, ഞാനിത് ഈ പറഞ്ഞിട്ടുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു. 5 മാസം LRC എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 20 മാസം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻറ്റേൺഷിപ്പും ചെയ്യും. അങ്ങനെയാണ് 3 ഇയർ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ PG ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 12 മാസം പഠിക്കുന്നു, 12 മാസം നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഈ സ്ട്രക്ചറിൽ നിലവിൽ കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു കോളേജ് ഇല്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ ഇതിൽ ഏറ്റവും വലിയ നിങ്ങളെ സംബന്ധിച്ച ഏറ്റവും വലിയ ചലഞ്ച്. ഇതെങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ക്വാളിറ്റി കൊണ്ടുപോകുക? എല്ലാ കോളേജിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, IQAC എന്ന് പറയും, ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ. ഇത് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കം ഈ IQAC എന്നുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഗ്രാം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് കളക്ട് ചെയ്ത് വെക്കും, അതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ ഡോക്യുമെൻ്റ് വിഷയങ്ങളുണ്ടല്ലോ അത് കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ഷെൽഫിലെടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ NAC വിസിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, NAC വിസിറ്റിൻ്റെ സമയത്ത് ഇതെടുത്ത് കൊടുക്കും. അപ്പോൾ ഇത്ര പ്രോഗ്രാമുകളൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓലെ NACൽ പോയിന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതേ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ പണി ഇതല്ല. നമ്മളെ പണി ഇൻഡിവിജ്വലി നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഒരു പ്രോഗ്രസീവായിട്ട് അനാലിസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓലിപ്പം ഫസ്റ്റത്തെ 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു വാല്യുവേഷൻ ഉണ്ട്, എങ്ങനെ എത്തി, ഇപ്പോൾ എവിടെ എത്തി. ഒരു കുട്ടി സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ വാല്യുവേറ്റ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണത്. അതായത് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണ്ടോ, നിങ്ങൾ QC നടത്തും, QC ക്വാളിറ്റി ചെക്ക് എടുത്തു. എങ്ങനെയാ വെച്ചാൽ നിലവിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്, എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കുണ്ട്, എത്രത്തോളം ടെക്നിക്കൽ സ്കിൽ നിങ്ങൾക്കുണ്ട്, എത്രത്തോളം നോളജബിൾ ആണ് നിങ്ങൾ എന്നുള്ളത് നടത്തും. ദെൻ 2 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നടത്തും. അതായത് ഈ ടേം വൈസ് നമുക്ക് 4 ടേമാണുള്ളത്. അപ്പോൾ ഓരോ ടേമിലും നമ്മൾ ഇതേമാതിരിക്ക് വാല്യൂട്ട് ചെയ്തു. അത് നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്താണോ പ്രോബ്ലം ഉള്ളത് ആ പ്രോബ്ലത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അഡ്രസ്സ് ചെയ്യും, അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരും.
ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഇതേപോലെ ടീച്ചേഴ്സിനും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ക്ലാസ് എടുത്ത് തരണം. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും അവരെന്താണോ ഇനി ക്ലാസ്സിൽ കയറി ടോപ്പിക്ക് ചെയ്യാൻ പോണത് അത് ഇവിടുത്തെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് മുന്നിൽ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരണം. അതെ. ഓക്കെ. അതെങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്, എന്ത് ആക്ടിവിറ്റിയാണ് അതിൽ ചെയ്യാൻ പോകുന്നത്. അധ്യാപകരെ പോലും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ കുട്ടികളെ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ അധ്യാപകരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വാല്യൂറ്റ് ചെയ്യുന്നുണ്ട്. അവർ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ക്ലാസ് എടുത്ത് തരണം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ അവർ അടുത്ത ആഴ്ച എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരണം. ഓക്കെ. ഇതേപോലെ തന്നെ ഈ മാർക്ക് സിസ്റ്റം ഉണ്ടല്ലോ, ഇത് അധ്യാപകർക്കുണ്ട്. നമ്മളെല്ലാ 2 മാസം കൂടുമ്പോഴും കുട്ടികൾക്ക് മാർക്ക് ഇടുന്ന പോലെ തന്നെ അധ്യാപകർക്ക് മാർക്ക് ഇടും. ആ മാർക്ക് ഇടുന്നത് വേറൊന്നിനുമല്ല, എവിടെയാണ് അവർക്ക് പോരായ്മ വന്നിട്ടുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്ന ഏരിയയിൽ നിങ്ങൾക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അതിന് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ഒരു അഡ്വൈസറി ബോർഡ് കൂടി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് IQAC ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യുന്നത്. അത് ഹെഡ് ചെയ്യുന്നത് ഞാനാണ്. അപ്പം ഈ രൂപത്തിലുണ്ട്. ഇനി ഈവൻ നമ്മളുടെ റിസപ്ഷനിസ്റ്റിൽ പോലും നമ്മൾ ഇതേ ചെക്കിങ് നടത്തുന്നുണ്ട്. കാരണം ഒരു ബിസിനസ് പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് സ്കൂളല്ലേ നടത്തുന്നത്. നാളെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കുട്ടികളെ മോഡിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് തൊട്ടിട്ട് എൻഡ് റിസൾട്ട് വരെ എല്ലാ ഏരിയകളും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഇറ്റ്സ് ലൈക്ക് ഹൗ യു ട്രീറ്റ് ഹോട്ടലിൽ അങ്ങനെയല്ലേ. ഇപ്പോൾ നിങ്ങൾ വെൽക്കം ചെയ്യുന്നത് മുതൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ക്ലീനിങ് അല്ലേ. ഇനി ഈവൻ ടിഷ്യൂ ഇപ്പോൾ പിന്നെ വാഷ്റൂമിൽ പോകുമ്പം അവിടെ ടിഷ്യൂ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഡിസ്കംഫർട്ട് അല്ലേ. അങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യണം, വളരെ ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കണം ഹോട്ടലിൽ. ഇതേപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ സെക്ടർ ആണെങ്കിലും. ഓക്കെ. ഒരു കുട്ടി അവിടുന്ന് വന്നത് മുതൽ ആ കുട്ടി പുറത്ത് പോകുന്നത് വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്റ്റേജിലും മോണിറ്റർ ചെയ്യുകയും ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അത് ഈവൻ ഇന്റേൺഷിപ്പ് സമയത്ത് പോലും. നിങ്ങളിപ്പം ഇന്റേൺഷിപ്പ് കേട്ടിട്ടുള്ളത് ഏത് രൂപത്തിലുള്ളതാ? അതായത് 1 മാസമോ 2 മാസമോ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ പോയി പഠിക്കും. അതെ. അവിടെ എന്താ ചെയ്തെന്നുള്ളത് സ്ഥാപനത്തിന് അറിയോ? ഇല്ല. ആർക്കെങ്കിലും അറിയോ? അവർക്ക് അറിയുണ്ടാവും, അതല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി നമ്മളെടുത്ത് നിന്ന് ഇന്റേൺഷിപ്പിൽ പോയി കഴിഞ്ഞാൽ 20 മാസം അവൻ്റെ ബാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10 കുട്ടികൾക്ക് ഒരു സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ തന്നെ ഉണ്ട്. ഓക്കെ. അതായത് നിങ്ങൾ ഇന്റേൺഷിപ്പിൽ പോയി കഴിഞ്ഞാലും നിങ്ങളെ പ്രോഗ്രഷൻ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ്ലി അനാലിസിസ് ചെയ്യും.